നമസ്കാരം. നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പ്രളയാനന്തര കേരള നിർമ്മിതിയിൽ സഹകരണ സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണെന്ന് സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പോലീസ് അനുമതിയോടെ നടത്തിയ അയ്യപ്പ ജ്യോതിക്ക് വേണ്ട സുരക്ഷ ഒരുക്കിയില്ലെന്നും അനുമതി ഇല്ലാതെ നടത്തിയ വനിതാ ബൈക്ക് റാലിക്ക് പോലീസ് സുരക്ഷ ഒരുക്കിയെന്നും ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ്. പയ്യന്നൂരിലെ KSRTCക്ക് ശാപമോക്ഷമില്ല. ക്രിസ്തുമസ് ന്യൂ ഇയർ അവധിക്കാലങ്ങളിൽ നിരവധി സർവീസുകളാണ് ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ നിർത്തലാക്കിയിട്ടുള്ളത്. രാമപുരം പുഴയിലെ മത്സ്യസമ്പത്ത് കുറഞ്ഞു. വയലപ്ര റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിന്റെ ഭാഗമായി പുഴയിലെ ഒഴുക്ക് തടസ്സപ്പെടുത്താൻ ഉപയോഗിച്ച് ബണ്ട് നിർമ്മാണം നീക്കം ചെയ്യാത്തതാണ് തിരിച്ചടിയായത്. മണ്ണിന്റെ മണവും കാടിന്റെ തുടിപ്പും അറിഞ്ഞ് ഗദ്ദിക. കാലിക്കടവ് പഞ്ചായത്ത് മൈതാനിയിൽ നടക്കുന്ന ഉൽപ്പന്ന പ്രദർശന വിപണനമേള സന്ദർശകർക്ക് സമ്മാനിക്കുന്നത് അപൂർവ അനുഭവങ്ങൾ. വാർത്തകൾ വിശദമായി. പ്രളയാനന്തര കേരള നിർമ്മിതിയിൽ സഹകരണ സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണെന്ന് സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കുഞ്ഞിമംഗലം സർവീസ് സഹകരണ ബാങ്ക് എടാട്ട് ശാഖ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എടാട്ട് ബസ് സ്റ്റോപ്പിനടുത്ത് 2 നിലകളിലായാണ് കുഞ്ഞിമംഗലം സർവീസ് സഹകരണ ബാങ്ക് എടാട്ട് ശാഖയ്ക്ക് സ്വന്തമായി കെട്ടിടം ഒരുങ്ങിയത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. പുതിയ കേരളത്തിൽ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് കെയർ കേരള എന്ന് പറയുന്നൊരു പ്രോജക്റ്റ്, ഒരു പദ്ധതി തന്നെ സഹകരണ വകുപ്പ് പ്രഖ്യാപിച്ചത്. അതിൻ്റെ ഒരു കമ്പണൻ്റാണ് കെയർ ഹോം എന്ന് പറയുന്ന പദ്ധതി. 4000 വീടുകൾ നിർമ്മിക്കാൻ നമ്മൾ തയ്യാറാണ്. 2000 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തു. ആകെ 7 വീടുകൾ മാത്രമേ 20 വീടുകൾ മാത്രമാണ് കണ്ണൂർ ജില്ലയിൽ നിർമ്മിച്ചു കൊടുക്കേണ്ടത്. 7 വീടുകൾ കാസർഗോഡ് ജില്ലയിൽ, 400-ലധികം വരുന്ന വീടുകളുണ്ട് തൃശ്ശൂര്, ഏതാണ്ട് അത്ര തന്നെയുണ്ട് എറണാകുളത്ത്, ഏതാണ്ട് അത്ര തന്നെ ആലപ്പുഴയിലുണ്ട്. ഇങ്ങനെ 2000 വീടുകൾ കേരളത്തിലെ 14 ജില്ലകൾക്കുമായിട്ട് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. കളക്ടർ നൽകിയ നിർദ്ദേശാനുസരണം പ്രളയത്തിന്റെ സമയത്ത് ഒരു ഭരണകൂടവും ചെയ്തുകൂടാത്ത കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് ചെയ്തത്. ഈ അവസരത്തിലാണ് നമ്മുടെ തന്നെ സാമ്പത്തിക സ്രോതസ്സുകളെ ഉപയോഗിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചതെന്ന് പ്രസംഗത്തിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. നവകേരളത്തിന്റെ നിർമ്മാണത്തിനായി സഹകരണ മേഖലയ്ക്കായി പ്രത്യേക പദ്ധതികൾ തന്നെ സർക്കാർ ഉണ്ടാക്കിയിരുന്നു. ഈ പ്രവർത്തനങ്ങളിൽ സഹകരണ മേഖല വഹിക്കുന്ന പങ്ക് ചെറുതല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. TV രാജേഷ് MLA അധ്യക്ഷനായി. ലോഗോ പ്രകാശനം സഹകരണ ഡെപ്യൂട്ടി രജിസ്ട്രാർ MK ദിനേശ് ബാബുവും റിപ്പോർട്ട് അവതരണം KV നന്ദകുമാറും നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് M കുഞ്ഞിരാമൻ, CV ദാമോദരൻ, മോഹൻരാജ് തുടങ്ങിയ വകുപ്പുതല ഉദ്യോഗസ്ഥരുൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പോലീസ് അനുമതിയോടെ നടത്തിയ അയ്യപ്പ ജ്യോതിക്ക് വേണ്ടത്ര സുരക്ഷ ഒരുക്കിയില്ലെന്നും അനുമതി ഇല്ലാതെ നടത്തിയ വനിതാ ബൈക്ക് റാലിക്ക് പോലീസ് സുരക്ഷ ഒരുക്കിയെന്നും ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ്. പയ്യന്നൂരിൽ അയ്യപ്പ ജ്യോതിക്ക് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് ബിജെപി നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പയ്യന്നൂർ, പെരുമ്പ, കണ്ടോത്ത് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം അയ്യപ്പ ജ്യോതിക്കെതിരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ചാണ് കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. പയ്യന്നൂർ, പെരുമ്പയിൽ നിന്നാരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. കനത്ത പോലീസ് കാവലിലായിരുന്നു പ്രതിഷേധ പ്രകടനം. പോലീസ് അനുമതിയില്ലാതെ നടത്തിയ മഹിളാ അസോസിയേഷന്റെ ബൈക്ക് റാലിക്ക് ഇരുവശങ്ങളിലും പോലീസ് അകമ്പടി സേവിച്ചുവെന്നും പയ്യന്നൂരിൽ നടത്തിയ അക്രമങ്ങളിൽ പോലീസ് കൂട്ടുനിന്നുവെന്നും ബിജെപി നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പ്രതികരിച്ചു. 750 കിലോമീറ്ററിൽ പടുത്തുയർത്തിയ അല്ലെങ്കിൽ സംഘടിപ്പിച്ച അയ്യപ്പ ജ്യോതിയുടെ വൻ വിജയം. ഇതിൽ വിറളി പൂണ്ട മാർക്സിസ്റ്റ് പാർട്ടി അക്രമം സംഘടിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരായിട്ട് അതിശക്തമായ പ്രചരണവും ബിജെപിയുടെ ഭാഗത്തുണ്ടാവും, ഭക്തജനങ്ങളുടെ ഭാഗത്തുണ്ടാവും, വിശ്വാസികളുടെ ഭാഗത്തുണ്ടാകും. വിശ്വാസികളെ എങ്ങനെയാണോ ശബരിമലയിൽ വെച്ച് മാർക്സിസ്റ്റ് പാർട്ടിമാരുടെ പോലീസ് അടിച്ചമർത്തിയത്, അതേപോലെ അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുത്തവരെയും
മാർക്സിസ്റ്റ് ഗുണ്ടകളും പോലീസും ചേർന്ന് സംയുക്തമായിട്ട് ആക്രമിച്ച് മൃഗീയമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇതിന് മാർക്സിസ്റ്റ് പാർട്ടി കനത്ത വില നൽകേണ്ടി വരുമെന്ന് അവർക്ക് ഭാരതീയ ജനതാ പാർട്ടി മുന്നറിയിപ്പ് നൽകുകയാണ്. അതേസമയം അനുമതിയുണ്ടായിട്ടും അയ്യപ്പ ജ്യോതിക്ക് പോലീസ് മതിയായ സുരക്ഷ ലഭ്യമാക്കിയിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാന സെൽ കോർഡിനേറ്റർ കെ രഞ്ജിത്ത്, BJP ജില്ലാ പ്രസിഡന്റ് കെ സത്യപ്രകാശ്, പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് പി രാമകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി CK രമേശൻ, MP രവീന്ദ്രൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പാടിയോട്ടുചാലിൽ കഴിഞ്ഞ ദിവസം ആക്രമണത്തിനിരയായ BJP പ്രവർത്തകന്റെ വീട് ഹിന്ദു ഐക്യവേദി ജില്ലാ നേതാക്കൾ സന്ദർശിച്ചു. സംഭവത്തിൽ നേതാക്കൾ പ്രതിഷേധം രേഖപ്പെടുത്തി. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് തീവച്ച് നശിപ്പിച്ചതും അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുത്തവർക്ക് നേരെയുണ്ടായ അക്രമത്തിലുമാണ് നേതാക്കൾ പ്രതിഷേധിച്ചത്. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് V മണിവർണ്ണൻ, മഹിളാ ഐക്യവേദി ജില്ലാ സെക്രട്ടറി രേഷ്മ രാജീവ്, വൈസ് പ്രസിഡന്റ് ഷീന ആനന്ദ്, ഐക്യവേദി നേതാക്കളായ TV വിജയൻ, രൂപേഷ് തൈവളപ്പിൽ എന്നിവരും സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയൊക്കെ ഉറക്കെ ശബ്ദിക്കുന്നവർ അവരുടെ ഏരിയകളിൽ പാർട്ടി ഗ്രാമങ്ങളായി വെച്ചുകൊണ്ട് മറ്റൊരു പാർട്ടിയിലെയും മറ്റൊരു വിശ്വാസികളെയും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവാണ് വീടുകളിൽ നടന്ന ഇത്തരത്തിലുള്ള അക്രമങ്ങൾ. വാഹനങ്ങൾ കത്തിക്കുക, വീടുകൾക്ക് നേരെ അക്രമം നടത്തുക. പയ്യന്നൂരിലെ KSRTCക്ക് ശാപമോക്ഷമില്ല. ക്രിസ്തുമസ്, ന്യൂ ഇയർ അവധിക്കാലങ്ങളിൽ നിരവധി സർവീസുകളാണ് ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ നിർത്തലാക്കിയിട്ടുള്ളത്. നിലവിൽ 4ഓളം ബസ്സുകൾ കട്ടപ്പുറത്തായതോടെ കട്ടപ്പുറത്തായ ബസ്സുകളുടെ എണ്ണം 20 കഴിഞ്ഞു. നിലവിൽ 95ഓളം KSRTC ബസ്സുകളാണ് പയ്യന്നൂർ ഡിപ്പോയിലുള്ളത്. എന്നാൽ ഇതിൽ 9 ബസ്സുകൾ ഇപ്പോൾ ശബരിമല റൂട്ടിൽ സർവീസ് നടത്തി വരികയാണ്. ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും അവധി ദിനങ്ങളിൽ നിരവധി ആളുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര നടത്തുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം 27ഓളം സർവീസുകൾ റദ്ദാക്കിയത്. നിലവിലുള്ള സർവീസുകൾ നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ 4ഓളം ബസ്സുകൾ കൂടി കട്ടപ്പുറത്തായിരിക്കുന്നത്. ഇതോടെ കട്ടപ്പുറത്തായ ബസ്സുകൾ ഏകദേശം 20ഓളമായി. നിലവിൽ റൂട്ടിലോടാത്ത ബസ്സുകൾ ക്രിസ്തുമസിനോടനുബന്ധിച്ച് പുറത്തിറക്കുവാനുള്ള പ്രതീക്ഷയിലായിരുന്നു ഡിപ്പോ അധികൃതർ. എന്നാൽ ടയറുകൾ ലഭ്യമാകാത്തതും KSRTCയുടെ പ്രതിസന്ധികൾക്ക് ആക്കം കൂട്ടുന്നു. ഇത്തരത്തിലാണ് KSRTC മുന്നോട്ട് പോകുന്നതെങ്കിൽ കൂടുതൽ ബസ്സുകൾ ഇനിയും കട്ടപ്പുറത്താക്കുവാനുള്ള സാധ്യതയും ഏറെയാണ്. ഗ്രാമീണ സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കുന്നുവെന്നും വ്യാപക പരാതി ഉയരുന്നുണ്ട്. തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി മണ്ഡലം MLAമാരുടെ ഇടപെടലുകളാണ് ഡിപ്പോയ്ക്ക് തുണയാകുന്നത്. അതേസമയം പിരിച്ചുവിട്ട കണ്ടക്ടർമാർക്ക് പകരം 39 കണ്ടക്ടർമാരെ PSC മുഖേന നിയമിച്ചിട്ടുണ്ടെങ്കിലും 11 പേർ മാത്രമാണ് ജോലിക്ക് നിലവിൽ ഹാജരായിട്ടുള്ളത്. മറ്റ് ഡിപ്പോകളിൽ കണ്ടക്ടർമാർ എത്തിയിരുന്നെങ്കിലും പയ്യന്നൂരിൽ പുതുതായി നിയമിച്ച ഒരു കണ്ടക്ടർ പോലും എത്തിയില്ലെന്ന പരാതിയും ഉയരുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വയലപ്ര റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിന്റെ ഭാഗമായി പുഴയിലെ ഒഴുക്ക് തടസ്സപ്പെടുത്താൻ ഉപയോഗിച്ച ബണ്ട് പൂർണ്ണമായും നീക്കം ചെയ്തില്ല. രാമപുരം പുഴയിലെ മത്സ്യസമ്പത്ത് കുറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയായതായി കർഷകർ. 1,35,00,000 രൂപ ചിലവിലാണ് മാടായി, ചെറുതാഴം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വയലപ്ര റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിച്ചത്. 2016 ഇതിന്റെ പ്രവൃത്തി നടത്തിയത്. പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനു വേണ്ടിയായിരുന്നു പഴയ മരപ്പാലം പൊളിച്ചു നീക്കി റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിച്ചത്. ബ്രിഡ്ജിന്റെ പ്രവൃത്തി പൂർത്തിയാക്കി കാലമേറെയായെങ്കിലും ഇതിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി പുഴയിൽ നിർമ്മിച്ച ബണ്ട് പൂർണ്ണമായും പൊളിച്ചു നീക്കിയില്ല. വേനൽക്കാലത്ത് പ്രദേശത്ത് ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ അണക്കെട്ട് അടച്ചിടും. മഴക്കാലത്ത് ഇവ തുറന്നുകൊടുക്കും. ഈ സമയത്ത് മുൻകാലങ്ങളിൽ രാമപുരം പുഴയിൽ ധാരാളം മത്സ്യസമ്പത്തുണ്ടായിരുന്നു. എന്നാൽ ബണ്ട് പൊളിച്ചു നീക്കാത്തത് കാരണം മത്സ്യസമ്പത്ത് കുറഞ്ഞു. കാർഷിക മേഖലയ്ക്കും ഇത് തിരിച്ചടിയാണെന്ന് പ്രദേശത്തുകാർ പറയുന്നു. അടിയന്തിരമായി ബണ്ട് പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. വനിതാ മതിലിന്റെ പ്രചരണ പ്രവർത്തനം സജീവമാകുമ്പോൾ വേറിട്ട പ്രചരണവുമായി ഉണ്ണി കാനായിയുടെ നങ്ങേലിയുടെ ശില്പം നാടിന് സമർപ്പിച്ചു. സ്ത്രീ പോരാട്ടത്തിന്റെ ഇന്നലകൾ നങ്ങേലി ശില്പത്തിലൂടെ ഓർമ്മപ്പെടുത്തിയാണ് വനിതാ മതിലിന്റെ പ്രചരണം കാനായി ഗ്രാമം ഏറ്റെടുത്തത്. ശില്പി ഉണ്ണിക്കാനായി നിർമ്മിച്ച് CPIM ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്ക് നൽകിയ നങ്ങേലി ശില്പം കാനായി അണക്കെട്ടിന് സമീപം സ്ഥാപിച്ചാണ് നാട് സ്ത്രീ പോരാട്ട ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുലക്കരം ചുമത്തിയ മേൽജാതിക്കാരുടെ മുന്നിൽ സ്വന്തം മാരടം അരിഞ്ഞുതള്ളി പ്രതിഷേധിച്ച ചേർത്തലക്കാരിയായ നങ്ങേലിയുടെ ശില്പം സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകളെ സാക്ഷിയാക്കി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ നാടിന് സമർപ്പിച്ചു. നമ്മുടെയൊക്കെ വീടുകളിൽ മാറുമറക്കാത്ത അമ്മമാരുണ്ടായിരുന്നു. എൻ്റെയൊക്കെ വീടുകളിൽ എൻ്റെ അമ്മമ്മയൊക്കെ മാറുമറക്കാറുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചിട്ടുണ്ട് അമ്മമ്മയോട്, ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ തന്നെയാണോ?
ഇന്നത്തെ ഒരു കാലത്തെ മുൻനിർത്തിയിട്ടാണ് ആ ചോദ്യം പഴയ തലമുറയോട് നമ്മൾ ചോദിക്കുന്നത്. അവർക്ക് മാറുമറക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അതാണ് മാറുമറക്കാനുള്ള അവകാശത്തിന്റെ മാത്രം കാര്യമല്ല, അതിനേക്കാൾ സങ്കീർണമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ശില്പം നമ്മളോട് പറയുന്നത്. ലോക്കൽ സെക്രട്ടറി പി ഗംഗാധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി KP മധു, TV രാജൻ, ശില്പി ഉണ്ണീക്കാനായി എന്നിവർ സംസാരിച്ചു. P വിനോദ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 133-ാം ജന്മദിനാഘോഷ ഭാഗമായി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നവോത്ഥാന സന്ദേശയാത്ര നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പരിപാടിയിൽ സന്ദേശയാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. ഭരിക്കുന്ന BJP സങ്കുചിത രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി ഈ രണ്ട് പാർട്ടികളും ചേർന്ന് മതേതരത്വത്തിന്റെയും ശാന്തിയുടെയും കാവൽ ഭൂമിയായ ശബരിമലയിൽ വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും വിത്തുപാകിയിരിക്കുകയാണ്. കോടതി വിധിയുടെ പേരിൽ വിശ്വാസങ്ങളെ സാമുദായിക ഭിന്നിപ്പിനും വർഗീയ ഫാസിസത്തിനുമെതിരെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവോത്ഥാന സന്ദേശയാത്ര സംഘടിപ്പിച്ചത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ നടന്ന ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. വയലോടിയിൽ DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന രൂപത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് യുവതലമുറയെ വഴിപഴപ്പിക്കുന്ന ഏറ്റവും തെറ്റായ മുദ്രാവാക്യങ്ങളുമായി കടന്നു വരുന്ന ഇടതുപക്ഷത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് നമ്മൾക്ക് ഈ ജാഥയിലൂടെ പറയാനുള്ളത്. നമ്മൾക്കറിയാലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാദരണീയരായ നേതാക്കന്മാരായ TK മാധവനടക്കം കേരള ഗാന്ധി എന്ന് പറയപ്പെടുന്ന K കേളപ്പനടക്കമുള്ള ആളുകൾ, KP കേശവൻ അടക്കമുള്ള ആളുകൾ, വക്കം അബ്ദുൽ ഖാദർ അടക്കമുള്ള ആളുകൾ ഇതിനു വേണ്ടി സജീവമായി രംഗത്തിറങ്ങുമ്പോൾ ഈ വർഗീയ മതിലിന് വേണ്ടിയിട്ട് ഇവർ ചുമതലപ്പെടുത്തിയത് വർഗീയത മാത്രം. KV മുകുന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KP പ്രകാശൻ, P കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. ഇളമ്പച്ചി, ഒളവറ ഗേറ്റ്, ഉളിയം കോളനി, തലിച്ചാലം, തങ്കയം ആശുപത്രി പരിസരം, കൊയോങ്കര, നടക്കാവ്, പേക്കടം, മീലിയാട്ട് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് 4 മണിയോടെ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. പരിപാടിയിൽ DCC ഭാരവാഹികൾ, ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പെരുങ്കളിയാട്ട വിശേഷങ്ങളിലേക്ക്. പെരുങ്കളിയാട്ട ലഹരിയിലേക്ക് പൂന്തുരുത്തി മുച്ചിലോട്. കളിയാട്ടം മുന്നോടിയായി കൂവം അളക്കൽ വെള്ളിയാഴ്ച നടന്നു. മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിൽ അടിയന്തരാദി ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്ന രീതിയിൽ ആദ്യം നടക്കുന്ന ചടങ്ങാണ് കൂവമളക്കൽ. ക്ഷേത്രത്തിൽ നിന്നും സ്ത്രീകൾക്ക് അളന്നു നൽകുന്ന നെല്ല് കുത്തി അരിയാക്കി നിഷ്ഠയോടെ ക്ഷേത്രത്തിൽ തിരിച്ചേൽപ്പിക്കുന്നതാണ് രീതി. കളിയാട്ട ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെ വിവിധ ആവശ്യങ്ങൾക്ക് ഈ അരിയാണ് ഉപയോഗിക്കുന്നത്. ക്ഷേത്രം ഭണ്ണാരപ്പുരയിൽ നടന്ന ചടങ്ങിൽ മുച്ചിലോട്ട് അംഗങ്ങളുടെ വീടുകളിൽ നിന്നും എത്തിയ സ്ത്രീകൾക്ക് നെല്ലളന്ന് വിതരണം ചെയ്തു. കരിവള്ളൂർ, തൃക്കരിപ്പൂർ, കോറോം, പയ്യന്നൂർ മുച്ചിലോടുകളിലെ സ്ഥാനികർ ചേർന്ന് നെല്ലളന്ന് കോയ്മമാരെ ഏൽപ്പിക്കുകയും ഇത് ക്ഷേത്രത്തിലേക്ക് തിരിച്ചേൽപ്പിച്ചതിന് ശേഷം ആചാരക്കാർ ഈ നെല്ല് സ്ത്രീകൾക്ക് കൈമാറുകയും ചെയ്തു. ഇത്തരത്തിൽ ഏറ്റുവാങ്ങിയ നെല്ല് വ്രതശുദ്ധിയോടെ കുത്തി അരിയാക്കി നിലംപണിക്ക് ശേഷം നിശ്ചിത ദിവസം ക്ഷേത്രത്തിലെത്തിക്കും. പെരുങ്കളിയാട്ടത്തിന് കന്നിക്കലവറയിലേക്ക് ആദ്യം കയറ്റുന്നതും ഈ അരിയാണ്. ചടങ്ങിൽ ഇതര മുച്ചിലോടുകളിലെ സ്ഥാനികർ, ക്ഷേത്രം കോയ്മമാർ, കാരണവന്മാർ, ബാല്യക്കാർ, പെരുങ്കളിയാട്ട സംഘാടക സമിതി ഭാരവാഹികൾ പെരുങ്കളിയാട്ട ഒരുക്കങ്ങൾ ആരംഭിക്കുന്ന നിലംപണിക്ക് ജനുവരി 3-ന് തുടക്കമാകും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മറ്റു വാർത്തകളിലേക്ക്. മണ്ണിന്റെ മണവും കാടിന്റെ തുടിപ്പും അറിഞ്ഞ് ഗദ്ദിക. കാലിക്കടവ് പഞ്ചായത്ത് മൈതാനിയിൽ നടക്കുന്ന ഉൽപ്പന്ന പ്രദർശന വിപണനമേള സന്ദർശകർക്ക് സമ്മാനിക്കുന്നത് അപൂർവ അനുഭവങ്ങൾ. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പുകൾ സംയുക്തമായാണ് ഗദ്ദിക സംഘടിപ്പിക്കുന്നത്. കണ്ടും കേട്ടും അനുഭവിച്ചുമറിഞ്ഞിട്ടില്ലാത്ത വൈവിധ്യങ്ങൾ തേടിയുള്ള യാത്രയാണ് ഗദ്ദിക. മണ്ണിനെ നെഞ്ചേറ്റിയവരുടെ താളവും കൃഷിയെ ജീവിതമാക്കിയവരുടെ വർണ്ണങ്ങളും രുചികളും കലാവിരുതും. അതാണ് ഗദ്ദിക. സാങ്കേതിക വിദ്യകൾ പോലും തോറ്റുപോകുന്ന മനുഷ്യന്റെ ബുദ്ധിയും കരവിരുതും സംഗീതവും ഭാവനയും സമ്മേളിക്കുന്ന ഇടം. മനുഷ്യ സംസ്കാരത്തിന്റെ ചരിത്രം തുടങ്ങുന്ന ഗോത്ര സമൂഹങ്ങളെയും അവരുടെ ജീവിത രീതികളെയും അടുത്തറിയാനും പരിചയിക്കാനുമുള്ള അപൂർവ വേദിയായി മാറുകയാണ് കാലിക്കടവ് പഞ്ചായത്ത് മൈതാനിയിലെ ഗദ്ദിക പ്രദർശനവേദി.
ഗോത്രജനതയുടെ വൈവിധ്യങ്ങളായ കഴിവുകളെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനവും ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പദ്ധതിക്ക് സർക്കാർ തയ്യാറായത്. ഡിസംബർ 22-ന് ആരംഭിച്ച പ്രദർശന നഗരിയിലേക്ക് പ്രവേശനം സൗജന്യമാണ്. വൈകുന്നേരമായാൽ കാലിക്കടവ് പഞ്ചായത്ത് മൈതാനിയിലേക്ക് സന്ദർശകരുടെ ഒഴുക്കാണ്. അപൂർവങ്ങളായ കാഴ്ചകൾ കാണാൻ, കേൾക്കാൻ, രുചിക്കൂട്ടുകൾ അനുഭവിച്ചറിയാൻ. വിരൽത്തുമ്പിൽ വിസ്മയം തീർത്ത് ഒട്ടനവധി മുളയുൽപ്പന്നങ്ങൾ, ചിരട്ടയിൽ തീർത്ത കൗതുക വസ്തുക്കൾ, കണ്ണഞ്ചിപ്പിക്കുന്ന ആഭരണങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ആയുധങ്ങൾ, നാരുകളിൽ തീർത്ത ബാഗുകൾ, മരവും ചിരട്ടയും കൊണ്ടുണ്ടാക്കിയ അതിമനോഹരമായ വിളക്കുകൾ, കുട്ടകൾ, വിവിധ വസ്ത്രങ്ങൾ, കീച്ചെയിനുകൾ, രുചിക്കൂട്ടുകൾ പരിചയപ്പെടുത്തുന്ന ഗോത്ര ഭക്ഷണ സ്റ്റാളുകൾ. ഗദ്ദികയിൽ അനുഭവിച്ചറിയാൻ ഇങ്ങനെ ഒരുപാട് കൗതുകങ്ങളുണ്ട്. കാടിൻ്റെ തനതുൽപ്പന്നങ്ങളായ പച്ചമരുന്നുകളും കാട്ടുതേനും ഫലവർഗ്ഗങ്ങളും വേറെ. വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക പരിപാടികൾ, വിവിധ ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ സംസ്കാരം പരിചയപ്പെടുത്തുന്ന ചൂതുമണി, ഏറുമാടവും കച്ചിത്തുറവും ദൈവപ്പുരയും. ഗദ്ദികയിൽ കയറിയാൽ മടങ്ങിപ്പോവുക അത്ര എളുപ്പമല്ല. കാട് തിരികെ വിളിക്കും നമ്മളെ. കണ്ടും കേട്ടും പരിചയിച്ചിട്ടില്ലാത്ത അപൂർവ അനുഭവങ്ങൾ സമ്മാനിക്കുകയാണ് ഗദ്ദിക 2018. കാലിക്കടവ് പഞ്ചായത്ത് മൈതാനിയിലേക്ക് ഗദ്ദികയിലേക്ക് എത്തുന്നവർ നിരവധിയാണ്. ക്യാമറമാൻ പ്രഭാകരൻ തരങ്കിണിക്കൊപ്പം ശ്രീലേഖ രാകേഷ്, നെറ്റ്വർക്ക് ന്യൂസ്. ഗദ്ദിക സാംസ്കാരിക സായാഹ്നം ശ്രദ്ധേയമാകുന്നു. ബുധനാഴ്ച നടന്ന സാംസ്കാരിക സായാഹ്നം കാസർഗോഡ് ജില്ലാ കലക്ടർ സജിത് ബാബു IAS ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത സംസ്കാരം ജനങ്ങൾക്ക് പകരുന്ന വേദിയാണ് ഗദ്ദികയെന്ന് അദ്ദേഹം പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പും കിർത്താഡ്സും കാസർഗോഡ് ജില്ലാ ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തനത് കലകളും പൈതൃക ഉൽപ്പന്നങ്ങളുമായുള്ള ഗദ്ദിക മേളയിലെ സാംസ്കാരിക സായാഹ്നത്തിനും നിരവധി പേരാണ് പങ്കെടുക്കുന്നത്. നിരവധി സംസ്കാരങ്ങൾക്ക് മാതൃക തീർക്കുന്ന നാടാണ് കേരളം. വ്യത്യസ്ത സംസ്കാരവും പൈതൃകവും സ്വീകരിക്കുവാനും മനസ്സിലാക്കുവാനും കൂടിയുള്ള സാംസ്കാരിക വേദി കൂടിയാണ് ഗദ്ദിക ഒരുക്കുന്നതെന്നും സമീപകാലത്ത് എല്ലാവരെയും ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള തെറ്റായ കാഴ്ചപ്പാടിലേക്കാണ് രാജ്യവും ചില ആളുകളും നീങ്ങുന്നതെന്നും അതുകൊണ്ട് തന്നെ എല്ലാ സംസ്കാരങ്ങളും അറിഞ്ഞുകൊണ്ടും സ്വീകരിച്ചുകൊണ്ടും മുന്നോട്ടു പോകുവാൻ ഇത്തരത്തിലുള്ള മേളകൾ കൊണ്ട് സാധിക്കുമെന്നും സാംസ്കാരിക സായാഹ്നം ഉദ്ഘാടനം ചെയ്ത കാസർഗോഡ് ജില്ലാ കളക്ടർ സജിത് ബാബു IAS പറഞ്ഞു. ഒരുപക്ഷെ ഈ സമീപകാലത്ത് കണ്ടുവരുന്ന ഒരു കാഴ്ചപ്പാട് എല്ലാവരെയും ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വളരെ തെറ്റായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മുടെ രാജ്യവും അല്ലെങ്കിൽ കുറേ ആൾക്കാരെങ്കിലും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സംസ്കാരങ്ങളെയും അറിഞ്ഞുകൊണ്ട് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാവരെയും നമ്മുടെ പൊതു സംസ്കാരത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്തു വരുന്നതിന് നവോത്ഥാനങ്ങളെക്കുറിച്ച് നിരവധി സംസാരിക്കാനുണ്ടെങ്കിലും കേരളത്തിലെ നവോത്ഥാനം പ്രതിഷേധിച്ചത് ജാതീയതയ്ക്കെതിരായാണെന്നും മുഖ്യ പ്രഭാഷണം നടത്തിയ കണ്ണൂർ സയൻസ് പാർക്ക് ഡയറക്ടർ MV അജയ്കുമാർ പറഞ്ഞു. അതുകൊണ്ടാണ് സമീപകാലത്ത് 3 സമരങ്ങൾ ഒരേ സമയം വന്നത്. ഈ 3 സമരങ്ങളൊന്ന് ആ ചാരമാണെങ്കിൽ നമുക്ക് മാറ്റിവെക്കാം. ശബരിമല ഒരു ഇഷ്യൂ മാത്രമാണ്. തൊട്ടടുത്ത 2 പള്ളികൾ തമ്മിൽ ഒരേ യേശുക്രിസ്തുവിന് വേണ്ടി, ഒരേ മെഴുകുതിരിക്ക് വേണ്ടി, ഒരേ മുട്ടുകുത്തലിന് വേണ്ടി, ഒരേ വസ്ത്രത്തിന്റെ നിറങ്ങൾ മാത്രം വ്യത്യാസമുള്ള അവിടെ വെച്ച് 2ാമത്തെ സമരം വരുന്നു. 3ാമത്തെ സമരത്തിന്റെ രൂപം വന്നത് ഒരു നാടകത്തിന്റെ പേരിലാണ്, കിതാബ് എന്ന് പറയുന്ന ഒരു നാടകത്തിന്റെ പേരിലാണ്. ഏത് മതത്തെ സംരക്ഷിക്കാനാണ്? ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ VPP മുസ്തഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. M രാജഗോപാലൻ MLA, മറ്റ് രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. രുചി വൈവിധ്യങ്ങളിൽ പാരമ്പര്യത്തിന്റെ കയ്യൊപ്പു ചേർത്താൽ എങ്ങനെയിരിക്കും? അറിയണമെങ്കിൽ കാലിക്കടവിൽ നടക്കുന്ന ഗദ്ദിക നാടൻ കലാമേളയിലെത്തിയാൽ മതി. ആദിവാസി ഗോത്രവിഭാഗങ്ങളുടെ തനതു രുചികൾ നിങ്ങളെ ഇവിടെ തളച്ചിടും എന്നതിൽ തർക്കമില്ല. പുതുപുത്തൻ രുചികൾ തേടിപ്പായുന്ന ന്യൂജൻസ് ഒന്നിവിടം വരെ വരണം. നിങ്ങളെ കൊതിപ്പിക്കുന്ന ഇൻസ്റ്റന്റ് രുചികളെ വെല്ലാനും നിങ്ങളുടെ ആരോഗ്യത്തെ ഫുൾ ഗ്യാരണ്ടിയോടെ നിലനിർത്താനും ഗദ്ദികയിലെ ഗോത്രവർഗ ഭക്ഷണ സ്റ്റാളിലേക്ക് കയറിയാൽ മതി. അതിസമ്പന്നമായ പൈതൃകം ഉൾക്കൊള്ളുന്ന ഗോത്രവിഭാഗങ്ങളുടെ സംസ്കാരത്തെ അടുത്തറിയാനുള്ള അപൂർവ അവസരമാണ് ഗദ്ദിക സമ്മാനിക്കുന്നത്. കലർപ്പില്ലാത്ത രുചിക്കൂട്ടങ്ങൾ രസമുകുളങ്ങളെ ത്രസിപ്പിച്ച് ഓർമ്മകളിലേക്ക് ബാക്കി വെക്കാനുള്ള അതുല്യമായ അവസരം. കണ്ടറിഞ്ഞ കാഴ്ചകൾക്കപ്പുറത്തേക്ക് ഒരു സംസ്കാരത്തെ അടുത്തറിയാൻ ആ രുചിക്കൂട്ടുകൾ തന്നെ ധാരാളം. ഗദ്ദിക സാംസ്കാരിക മേളയിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രം ഇവിടുത്തെ ഗോത്രഭക്ഷണം തന്നെ. മണ്ണിൽ വിയർപ്പൊഴുക്കുന്നവൻ്റെ അധ്വാനത്തിൻ്റെയും അവൻ്റെ പാരമ്പര്യത്തിൻ്റെ തനിമയുടെയും രുചിയാണ് ഇവിടുത്തെ ഭക്ഷണത്തിന്. അട്ടപ്പാടിയിലെയും സുൽത്താൻ ബത്തേരിയിലെയും കാസർകോട്ടെയും ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ തങ്ങളുടെ തനത് രുചികൾ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്.
നാട്ടിൽ സ്വന്തമായി കൃഷി ചെയ്ത റാഗിയും കപ്പയും പച്ചക്കറികളുമായി എത്തി സ്വന്തമായി തയ്യാറാക്കിയ മസാലക്കൂട്ടുകളും ചേർത്താണ് ഇവർ ഭക്ഷണമൊരുക്കുന്നത്. ആരോഗ്യ സമ്പുഷ്ടമായ പ്രകൃതിദത്തമായ ഭക്ഷണത്തിന്റെ രുചി തൊട്ടറിഞ്ഞവർ ഇവരെ തേടിപ്പോകുമെന്നതിൽ തർക്കമില്ല. അപ്പൻ അപ്പൂപ്പന്മാരായി തുടർന്നു പോന്ന പാരമ്പര്യത്തെ തനിമയോടെ നിലനിർത്തുകയാണ് സുൽത്താൻ ബത്തേരി അമ്പലവയലിലെ ഗൗരിവെള്ളനും കുടുംബവും. കപ്പയും ചിക്കൻ കറിയും റാഗി കൊണ്ടുള്ള പഴംപൊരി, ഇലയട, പക്കുവട തുടങ്ങിയ പലഹാരങ്ങളും മരുന്നുകാപ്പിയും ഇവിടെ സെക്കൻഡുകൾക്കുള്ളിൽ വിറ്റുതീരുന്നു. വെയിൽ താവുന്നതോടെ പ്രദർശന നഗരിയിലെത്തുന്നവർക്ക് ഈ ഭക്ഷണശാലകളിൽ കയറാതെ കടന്നുപോകാനാവില്ല എന്നതാണ് സത്യം. തഴയാനാവാത്ത വിധം മൂക്കിൽ തുളച്ചു കയറുന്ന മസാലക്കൂട്ടുകളുടെ മണം, അത് വാക്കുകൾക്കതീതം. കാഴ്ചകൾക്കപ്പുറത്തേക്ക് ആദിവാസി ഗോത്രവർഗ വിഭാഗങ്ങളുടെ തനത് രുചികളെ പരിചയപ്പെടുത്തുകയാണ് ഗദ്ദിക 2018. പ്രകൃതിദത്ത രുചികൾ തന്നെയാണ് ഇതിന്റെ സവിശേഷതയും. ക്യാമറമാൻ പ്രഭാകരൻ തരങ്കിണിക്കൊപ്പം ശ്രീലേഖ രാഗേഷ്, നെറ്റ്വർക്ക് ന്യൂസ്. മനസ്സിനും ശരീരത്തിനും നവോന്മേഷം പകർന്ന് ആവിയിൽ കുളി. തിരുവനന്തപുരം ജില്ലയിലെ കാണി ഗോത്ര വിഭാഗം തലമുറകളായി കൈമാറി വരുന്ന മരുന്ന് ആവിക്കുളി പരിചയപ്പെടണമെങ്കിൽ കാലിക്കടവിലെ ഗദ്ദിക പ്രദർശന നഗരിയിലെത്തിയാൽ മതി. പ്രത്യേകം തയ്യാറാക്കുന്ന ഔഷധക്കൂട്ടുകളിലുള്ള മരുന്ന് സത്ത് ആവിയിൽ ലയിച്ചു ചേർത്ത് വിവിധ രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്ന ആവിക്കുളി പരിചയപ്പെടുത്തുകയാണ് ഗദ്ദിക സാംസ്കാരിക പ്രദർശന നഗരിയിൽ. പരമ്പരാഗത രീതികളിലൂടെ ചെയ്യുന്ന ആവിക്കുളി അനുഭവിച്ചറിയാനായി ദിവസവും നിരവധി പേരാണ് എത്തുന്നത്. വയനാട് ജില്ലയിലെ ഏറ്റവും ദ്രാവിഡ ഹെർബൽ മെഡിസിൻ സെന്ററിലാണ് മരുന്ന് ആവിക്കുളി പരിചയപ്പെടുത്തുന്നത്. രാജൻ വൈദ്യരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആവിക്കുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കുന്നത്. സോറിയാസിസ്, ചൊറി, പൊണ്ണത്തടി, ശ്വാസ തകരാറുകൾ, അലർജി തുടങ്ങിയ രോഗാവസ്ഥകളെ അകറ്റാനുള്ള മികച്ച ചികിത്സാ രീതിയാണ് ആവിക്കുളി. രോഗാവസ്ഥയ്ക്കനുസരിച്ചുള്ള ഔഷധക്കൂട്ട് തയ്യാറാക്കുന്നു. മരുന്ന് സത്ത് ആവിയിൽ ലയിച്ചു ചേർത്ത് രോഗിയിരിക്കുന്ന അറയിൽ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഉച്ഛ്വാസവായുവിലൂടെ ശ്വാസകോശത്തിലെത്തുന്ന ഔഷധമൂല്യമുള്ള ആവി രക്തശുദ്ധി വരുത്തുന്നു. മരുന്ന് ആവി നിറഞ്ഞ അറയിൽ നിന്നും വിയർക്കുന്നത് ശരീരത്തിലെ ദുർമേധസ്സുകളെ അകറ്റുന്നു. നല്ലതുപോലെ വിയർത്ത ശേഷം തേച്ചു കുളിക്കുമ്പോൾ ത്വക്കിന് പുറമേയുള്ള നിർജീവമായ പാളികൾ ഉരിഞ്ഞുപോയി ത്വക്ക് കൂടുതൽ ജീവസുറ്റതാവുന്നു. ത്വക്ക് സംരക്ഷണത്തിനും സൗന്ദര്യം നിലനിർത്തുന്നതിനുമുള്ള മികച്ച ചികിത്സാരീതിയാണ് ഇതെന്ന് ദ്രാവിഡ ഹെർബൽ മെഡിസിനിലെ പ്രവർത്തകർ പറയുന്നു. ഗദ്ദിക നാടൻ കലാമേളയിലെത്തി ആവിക്കുളി അനുഭവിച്ചറിഞ്ഞവർ വീണ്ടും പരീക്ഷിക്കാനായി എത്തുകയാണ് ഇവിടേക്ക്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. രാമന്തളി ലോകരെ കളരി കൊട്ടാരം താവുരിയാട് ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രം പഴുത്തടക്കകളാൽ അലങ്കരിച്ചു. പഴയകാല കാർഷിക സംസ്കൃതിയെ വിളിച്ചോതിയാണ് അടക്കകളും മറ്റ് പ്രകൃതി വിഭവങ്ങളാലും അലങ്കരിച്ചത്. വേട്ടയ്ക്കൊരു മകൻ ഊർപ്പാഴ്ചി ദൈവവും പ്രധാന പ്രതിഷ്ഠകളായ ശ്രദ്ധേയമായ ക്ഷേത്രങ്ങളിലൊന്നാണ് രാമന്തളി താവുരിയാട്ട് ക്ഷേത്രം. ക്ഷേത്രത്തിലെ വർഷാവർഷം നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് പഴുത്തടക്കാത്തൂൺ നിർമ്മിക്കുന്നത്. ക്ഷേത്ര കളിയാട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയവും നയനമനോഹരവുമായ കാഴ്ച കൂടിയാണ് പഴുത്തടക്ക കൊണ്ടുള്ള അലങ്കാരം. പഴയകാല കാർഷിക സംസ്കൃതിയുടെ പ്രതീകം കൂടിയാണ് ഈ അലങ്കാരം. പഴുത്തടക്ക കൂടാതെ ചക്ക, പഴക്കുല, തേങ്ങ, മറ്റ് പ്രകൃതി വിഭവങ്ങളും അലങ്കാരത്തിനായി ഉപയോഗിക്കുന്നു. ഒരു കാലത്ത് ഏഴിമലയുടെ താഴ്വാര ഗ്രാമമായ രാമന്തളി കാർഷിക വിളകളാൽ സമ്പന്നമായിരുന്നു. എന്നാൽ ഇന്ന് കാനായിൽ നിന്നുമാണ് അലങ്കാരത്തിനായി അടക്കകൾ എത്തിക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു. ഈ തോറ്റ സ്തുതിയിൽ തന്നെ ഈ അലങ്കാരത്തിനെ പറ്റിയിട്ടുള്ള വളരെ വിശദമായിട്ട് വർണ്ണിച്ചിട്ട് അവർ ചെല്ലുന്നുണ്ട്. അപ്പോൾ വളരെ പൂർവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഇവിടെ നടന്നു വരുന്നത്. അപ്പോൾ ഈ തോരണങ്ങളെ കുറിച്ചിട്ടെല്ലാം അതിൻ്റെ തോറ്റം പാട്ടിൽ വളരെ വിശദമായിട്ട് ഈ പന്തലും പഴുക്കാത്തോടും പഴുക്കടക്കിയും എന്നുള്ള വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ചെല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. 4 ലക്ഷത്തോളം അടക്കകളാണ് ഇതിനായി ഉപയോഗിച്ചു വരുന്നത്. 26-ന് ആരംഭിച്ച കളിയാട്ട മഹോത്സവം 30-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 134-ാം ജന്മദിനം മാടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആഘോഷിച്ചു. കോൺഗ്രസിന്റെ കീഴിലുള്ള ഇൻഗാസ് ദുബായ് കമ്മിറ്റി ട്രഷറർ CV അബ്ദുൾ ജലീൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 134-ാം ജന്മദിനം മാടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആഘോഷിച്ചു. വെങ്ങര രാജീവ് ജി സ്മൃതി മണ്ഡപത്തിന് സമീപം നടന്ന ചടങ്ങ് കോൺഗ്രസിന്റെ കീഴിലുള്ള ഇൻഗാസ് ദുബായ് കമ്മിറ്റി ട്രഷറർ CP അബ്ദുൾ ജലീൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മാടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുധീർ വെങ്ങര അധ്യക്ഷനായി. മാടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M പവിത്രൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മടപ്പള്ളി പ്രദീപൻ, K കുമാരൻ, പ്രദീപൻ വെങ്ങര, T സജിത്, VK നൂറിഷ, MV മനോജ്, VV രാമചന്ദ്രൻ, കൂടച്ചീര ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു. പ്രഭാതപേരി, പായസ വിതരണം എന്നിവയും നടന്നു. മാടായി കോൺഗ്രസ് പ്രസിഡന്റ് PP കരുണാകരൻ മാസ്റ്റർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പരിപാടികൾക്ക്
BP ദിലീപൻ, സുധീഷ് വെള്ളച്ചാൽ, A ലിജിത്ത്, രതീഷ് ബാലൻ, ദീപക്, മാട്ടുമൽ മോഹനൻ, ബാബു കുതിരിമൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വലിയ പറമ്പിൽ നടന്നുവരുന്ന വലിയ പറമ്പ് ബീച്ച് ഫെസ്റ്റിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് വാസ്തവവിരുദ്ധമായ കാര്യമെന്ന് സംഘാടകർ തൃക്കരിപ്പൂരിൽ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. അവധിക്കാലങ്ങളിലെത്തുന്നവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. വലിയപറമ്പ് പഞ്ചായത്ത് കരിയർ ഡെവലപ്മെന്റ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വലിയപറമ്പ് ബീച്ച് ഫെസ്റ്റ് ഡിസംബർ 25 മുതൽ ജനുവരി 7 വരെ വലിയപറമ്പ് പാലം സൈറ്റിൽ നടന്നു വരികയാണ്. വൈവിധ്യമാർന്ന കലാവിരുന്നുകളും അമ്യൂസ്മെന്റ് റൈഡുകളും മറ്റു വിനോദ മേഖലകളും ഉൾപ്പെടുത്തിയാണ് സംഘാടകർ ഇത്തരത്തിലുള്ള ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. അമ്യൂസ്മെന്റ് പാർക്കുകൾ, ആകാശത്തോണി, ഡ്രാഗൺ ട്രെയിൻ, വാട്ടർ ബോട്ട്, കുട്ടികളുടെ പാർക്ക് തുടങ്ങി ദിവസേന വ്യത്യസ്ത കലാപരിപാടികളും ഇതോടൊപ്പം നടന്നുവരുന്നു. എന്നാൽ ഫെസ്റ്റിൽ പരസ്യത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ലഭ്യമാകുന്നില്ല എന്ന രീതിയിൽ വാട്സപ്പിൽ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സംഘാടകർ മാധ്യമ സമ്മേളനം വിളിച്ചത്. ഇത്തരത്തിൽ ഉയരുന്ന പ്രചാരണങ്ങൾ വാസ്തവവിരുദ്ധമാണെന്നും വിനോദത്തിനായി അവധിക്കാലങ്ങളിൽ ഇവിടെയെത്തുന്നവർക്ക് നൽകുവാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഫെസ്റ്റിലുണ്ടെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. സംഘാടക സമിതി ചെയർമാൻ ഷെരീഫ് മടപ്പുര, ഷിഹാബ് PK, മുഹസിൻ മഹമ്മൂദ്, ഷുഹൈബ് EK തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്തിന്റെ വിവിധ വികസന പദ്ധതികൾ അറിയാനായി ഉത്തരേന്ത്യൻ സംഘം എത്തി. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെത്തിയ 12-അംഗ സംഘം 4 ദിവസങ്ങളിലായി വിവിധ പദ്ധതികളെ പരിചയപ്പെടും. ചെറുതാഴം പഞ്ചായത്ത് കുടുംബശ്രീ പ്രവർത്തനങ്ങളും മറ്റും പഠിക്കുവാനായാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള 12-അംഗ സംഘം എത്തിയത്. പഞ്ചായത്തിന്റെ പദ്ധതികൾ, കുടുംബശ്രീ പദ്ധതികൾ എന്നിവ പഠിക്കുവാനും പരിചയപ്പെടുവാനുമായാണ് ഇവർ എത്തിയത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് പ്രസിഡന്റ് P. പ്രഭാവതി പ്രവർത്തന കാര്യങ്ങൾ വിശദീകരിച്ചു. CDSലേക്ക് വന്നു, പിന്നീട് ജില്ലാ മിഷനിലേക്ക് പോയി, പിന്നീട് അത് സ്റ്റേറ്റ് മിഷനിലേക്ക് പോവുക. നമ്മുടെ കണക്ക് വളരെ കൃത്യമാണ്. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ ഒരു കുടുംബശ്രീയുടെ കണക്ക് സ്റ്റേറ്റ് മിഷന് ബട്ടണമർത്തി കമ്പ്യൂട്ടറിൽ നോക്കിയാൽ കാണാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വളരെ സുതാര്യമായ രീതിയിലുള്ള കണക്കും കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വൈസ് പ്രസിഡന്റ് P. കുഞ്ഞിക്കണ്ണൻ, K. കൃഷ്ണൻ, E. വസന്ത, PV വത്സല, സെലീന സുരേഷ്, സതി, NV ഷീജ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഇവരെത്തിയത്. കൃഷിഭവൻ, പ്രൈമറി ഹെൽത്ത് സെന്റർ, അംഗൻവാടികൾ തുടങ്ങിയ സ്ഥാപനങ്ങളും വരും ദിവസങ്ങളിൽ ഇവർ സന്ദർശിക്കും. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ 1980-81 SSLC ബാച്ച് കുടുംബസംഗമം ഓർമ്മിക്കാൻ 80-81 ഡിസംബർ 30 ഞായറാഴ്ച പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. സംഗമത്തോടനുബന്ധിച്ച് ഗുരുവന്ദനം, പ്രതിഭകളെ ആദരിക്കൽ എന്നിവ ഉണ്ടാകും. പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1980-81 SSLC ബാച്ച് കുടുംബസംഗമം ഓർമ്മിക്കാൻ 80-81 ഡിസംബർ 30 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ AK കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 10 മണിക്ക് പരിപാടിയുടെ ഉദ്ഘാടനവും ഗുരുനാഥന്മാരെ ആദരിക്കലും എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ നിർവഹിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഉന്നത ബഹുമതികൾ നേടിയ സഹപാഠികളെ ആദരിക്കുന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്യും. ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ സഹപാഠികളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികൾക്കൊപ്പം പ്രശസ്ത ഗായിക ബെൻസീറ റഷീദിന്റെ സംഗീത വിരുന്നുമുണ്ടാകുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. KA രഘുനാഥൻ, P. മോഹനൻ മാസ്റ്റർ, KP രമേശൻ, VP രാജേഷ്, E. ബാബുരാജ്, സുരേഷ് കൊർമത്ത് തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി മാറ്റൊലി. മുത്തലാഖ് ബിൽ ലോക്സഭ പാസാക്കി. ഇനി മുത്തലാഖ് ചൊല്ലിയാൽ 3 വർഷം തടവ്. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. ഇപ്പോൾ മുത്തലാഖിനെ കുറിച്ചിട്ടും അതിൻ്റെ നിയമപരമായും പരിഗണേണ്ട പല കാര്യങ്ങളോട് അവതരിപ്പിക്കുന്നത് തെറ്റാണ്. മുത്തലാഖിനെ കുറിച്ച് ആദ്യം കൃത്യമായിട്ട് ഇസ്ലാം നിയമങ്ങളെക്കുറിച്ച് പഠിച്ച ശേഷം മാത്രമേ മുത്തലാഖ് നടപ്പിലാക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരു ഭരണഘടനാ വിരുദ്ധമാണെന്ന് എൻ്റെ അഭിപ്രായത്തിൽ പറയാൻ പറ്റും. അത് നമുക്കൊരു സമന്വയത്തിലൂടെ പണ്ഡിതന്മാരുമായി ആലോചിച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് ഇതൊരു പൊസിഷനിലൊരു നിലപാടിൽ എത്തിച്ചേരാൻ പറ്റുന്നതാണ്. ഇതാണ് ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത്. മുത്തലാഖിനെ കുറിച്ചൊരു വിധി വരുമ്പോൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് വിശദമായി പഠിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശശി തരൂരിനെ പോലുള്ളവർ പാർലമെൻറ്റിൽ സംസാരിച്ച് വളരെ വ്യക്തമായി അതിന് ഒരു ദിശ കാണിച്ചു കൊടുത്തതായിരുന്നു. എന്നിട്ടും ഇങ്ങനൊരു വിധിയുണ്ടായത് ഒരു ദൗർഭാഗ്യകരമായി പോയി എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ കഴിയൂ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പ്രളയാനന്തര കേരള നിർമ്മിതിയിൽ സഹകരണ സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണെന്ന് സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പോലീസ് അനുമതിയോടെ നടത്തിയ അയ്യപ്പ ജ്യോതിക്ക് വേണ്ട സുരക്ഷ ഒരുക്കിയില്ലെന്നും അനുമതി ഇല്ലാതെ നടത്തിയ വനിതാ ബൈക്ക് റാലിക്ക് പോലീസ് സുരക്ഷ ഒരുക്കിയെന്നും ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. പയ്യന്നൂരിലെ KSRTCക്ക് ശാപമോക്ഷമില്ല. ക്രിസ്തുമസ് ന്യൂ ഇയർ അവധിക്കാലങ്ങളിൽ നിരവധി സർവീസുകളാണ് ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ നിർത്തലാക്കിയിട്ടുള്ളത്. രാമപുരം പുഴയിലെ മത്സ്യസമ്പത്ത് കുറഞ്ഞു. വയലപ്ര റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിന്റെ ഭാഗമായി പുഴയിലെ ഒഴുക്ക് തടസ്സപ്പെടുത്താൻ ഉപയോഗിച്ച് ബണ്ട് നിർമ്മാണം നീക്കം ചെയ്യാത്തതാണ് തിരിച്ചടിയായത്. മണ്ണിന്റെ മണവും കാടിന്റെ തുടിപ്പും അറിഞ്ഞ് ഗദ്ദിക. കാലിക്കടവ് പഞ്ചായത്ത് മൈതാനിയിൽ നടക്കുന്ന ഉൽപ്പന്ന പ്രദർശന വിപണനമേള സന്ദർശകർക്ക് സമ്മാനിക്കുന്നത് അപൂർവ അനുഭവങ്ങൾ. നെറ്റ്വർക്ക് ന്യൂസ് വാർത്താ നേരം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Manohar Jewellery's Jewel House, Jewel Junction, Payyannur. Arabian Jewelers, Payyannur and Trikkaripur. Kalarakals Gold Park, Payyannur. White House, National Highway, Chirvattur and Chullikara. Payyannur Sahakarana Ashupatri Dental Speciality Center. Payyannur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. Our tradition, our culture, Dortiz. Bike Bazaar, Hotel Top Star മുകളിൽ പഴയ സ്റ്റാർ പയ്യന്നൂർ. The Payyannur Eye Foundation, Super Speciality Eye Hospital.